വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 1,00,000 രൂപ സമ്മാനവുമായി ഞാനെത്തുന്നു. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, the most trusted name in TV, mobiles and appliances. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വണ്ടൂർ അമ്പലപ്പടിയിൽ മുഖംമൂടി സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. അമ്പലപ്പടിയിലെ 63കാരി ചന്ദ്രാമാവതിയുടെ വീട്ടിലാണ് ഇന്നലെ രാത്രി സംഭവം നടന്നത്. കണ്ണിൽ മുളകുപൊടി വിതറിയാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. പോത്തുകല്ല് വനത്തിൽ കാട്ടുകൊമ്പനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കല്ലായിപ്പൊട്ടി ഭാഗത്താണ് 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പന്റെ ജഡം കണ്ടെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സമാനമായ വിജയം UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. PV അൻവറിന്റെ UDF പ്രവേശനത്തെ സംബന്ധിച്ച് പ്രതികരിക്കുവാൻ AP അനിൽകുമാർ MLA തയ്യാറായില്ല. എന്നെ അമർത്ത് പിടിച്ചിട്ട് മൂക്കുമായി നല്ലോണം ശ്വാസം കിട്ടാതെ ഞാൻ കുറെ വിശദമായ വാർത്തകളിലേക്കാണ്. വണ്ടൂർ അമ്പലപ്പടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ ആക്രമിച്ച് കണ്ണിൽ മുളകുപൊടി വിതറി സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. അമ്പലപ്പടി സ്വദേശിനിയായ സ്നേഹ വീട്ടിൽ ചന്ദ്രാമാവതി അമ്മ എന്ന 63കാരിയുടെ വീട്ടിൽ ഇന്നലെ രാത്രി 8:30 സംഭവം നടന്നത്. പുറത്തെ ശബ്ദം കേട്ട് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മുഖംമൂടി ധരിച്ചെത്തിയ 3-അംഗ സംഘം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും കണ്ണിൽ മുളകുപൊടി വിതറുകയും ചെയ്തത്. തുടർന്ന് കയ്യിൽ ധരിച്ചിരുന്ന ഏകദേശം 2 പവനോളം തൂക്കമുള്ള സ്വർണ്ണവളകൾ മൽപിടുത്തത്തിനിടെ മുറിച്ചെടുത്താണ് സംഘം കടന്നുകളഞ്ഞത്. മെല്ലെ ഞാൻ ലോക്ക് നീക്കി. ഈ ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് നോക്കാം. നമ്മളെ വെള്ള ടാങ്ക് പുറത്തുണ്ടല്ലോ, അയിമയ്ക്ക് എന്താ വീണതാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഞാൻ തുറന്നപ്പോഴേക്കും ഇവര് വണ്ടി കയറിയില്ലേ, ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആയും മൂക്കും ഒക്കെ പാടെ അടച്ച് പിടിച്ചു. മുളക് പൊടി ഇട്ടതൊന്നും നോക്കിയപ്പോ തോന്നണില്ല. എന്നിട്ട് അവര് കുറെ വലിച്ചു. അപ്പൊ ഒപ്പമുള്ള ഒരാള് ഈ പിടിച്ച ആളില്ലേ, അയാൾ പറയുന്നുണ്ട് വേഗം വേഗം എന്ന് പറയുന്നുണ്ട്. എന്നെ പിടിച്ച ആള് അതില് കിട്ടിയില്ല, ഊരിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒരു എന്താണാവോ 2 ശബ്ദം അങ്ങനെ ഞാൻ കേട്ടു. 2 വളയാണ് കയ്യിൽ, 2 പവനോളം കഷ്ടിയുണ്ട്. പിന്നെ ഞാൻ വീണു, നല്ലോണം വീണു ഞാൻ. അതോടുകൂടി ഇത് കിട്ടുകയും ചെയ്തില്ല, വള കിട്ടുകയും ചെയ്തില്ല. അതോടുകൂടി ഒലിപ്പോയി. പിന്നെ എനിക്ക് കുറേ കഴിഞ്ഞിട്ടാണ് എണീക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ അബീനെ വിളിച്ചു. അതാണ് മൂക്കും വായും പൊത്തിയവര് നല്ലോണം പൊത്തി പിടിച്ചു. അടച്ച് പിടിച്ചിട്ട് എന്നെ അമർത്ത് പിടിച്ചിട്ട് മൂക്കും വായും നല്ലോണം ശ്വാസം കിട്ടാതെ ഞാൻ കുറെ വലിയ പടക്കൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര പൊട്ടല്, ആ മാതിരി പൊട്ടലാ കേട്ടത്.
അതുകൊണ്ടാണ് ഞാൻ ടാങ്ക് അമ്മയ്ക്ക് വല്ലത് വീണതാണോ എന്ന് തോന്നാണ്ടായത്. ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ ദേഹമാകെ മുളകുപൊടി വിതറിയ നിലയിലാണ് വയോധികയെ കണ്ടത്. തുടർന്ന് വണ്ടൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. ഇന്ന് രാവിലെയും പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയും നടന്നു. പോത്തുകല്ല് വനത്തിൽ കാട്ടുകൊമ്പനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനപാലകരുടെ ഫീൽഡ് പരിശോധനയ്ക്കിടെയാണ് കല്ലായിപ്പൊട്ടി ഭാഗത്ത് 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പന്റെ ജഡം കണ്ടെത്തിയത്. വെറ്ററിനറി സർജൻ നൌഷാദ്, ഫോറസ്റ്റ് സർജൻ ശ്യാം, പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ അനൂപ് ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. ആനക്കൂട്ടങ്ങൾ പരസ്പരം കൊമ്പു കോർക്കുന്നതിനിടയിൽ കുത്തനെയുള്ള കുന്നിൻ മുകളിൽ നിന്നും വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF ജനപ്രതിനിധികളുടെ സംഗമം നിലമ്പൂരിൽ നടത്തി. സമാരംഭം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിജയം ചെറിയ വിജയമല്ല. ഞാനിങ്ങനെ ഷൗക്കത്തിനോട് ഉസ്മാൻ മൂക്കലത്തിനോട് ആ കണക്ക് ചോദിച്ചപ്പോൾ ഏതാണ്ട് ആകെയുള്ള ഗ്രാമപഞ്ചായത്തുകളും കൗൺസിലർമാരും ഏതാണ്ട് 40 പേരാണ് LDFന്റെ വിജയിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന 3-ൽ 2 അതിലധികം വിജയിച്ചത് UDFന്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം. മലപ്പുറത്ത് പത്രക്കാരി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിലമ്പൂരിൽ നഗരസഭ തിരിച്ചു പിടിക്കും. ഞാൻ പറഞ്ഞു, എന്താ സംശയം? തിരിച്ചു പിടിച്ചിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു, നിയമസഭയിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ 4000-ഓളം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊരറിവ് ഞങ്ങൾക്കുണ്ട്. അത് കൂടുതലാതെ കുറയില്ല. അതുകൊണ്ട് എന്തായാലും തിരിച്ചു പിടിക്കുമെന്നൊരു ധൈര്യം പറഞ്ഞു. പക്ഷേ നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നിലമ്പൂർ നഗരസഭയിലും നിലമ്പൂർ ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ ഉണ്ടായത്. ചിലരൊക്കെ ചില പഞ്ചായത്തിൻ്റെ സംശയമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ UDFനോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു, നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കും. UDFന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നടത്താൻ കഴിയും. ഇനിയിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് ഒരു സർക്കുലർ വന്നു പഞ്ചായത്തിൻ്റെ സത്യപ്രതിജ്ഞ കാലങ്ങളൊക്കെ ലിമിറ്റ് ചെയ്ത് നടത്തണം, പഞ്ചായത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നടത്തിയാൽ മതി, പുറത്തുനിന്ന് നടത്തുന്ന രീതിയിൽ എതിരായിട്ട് സർക്കുലർ വന്നു. അതൊക്കെ എന്തുകൊണ്ടാണ്? കാരണം പഞ്ചായത്തുകൾ ഭൂരിപക്ഷവും നമ്മളാണ്, നഗരസഭകൾ ഭൂരിപക്ഷവും നമ്മളാണ്, കോർപ്പറേഷൻ ഭൂരിപക്ഷം നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM ഇപ്പോൾ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ഒരിക്കൽ കൂടി LDF ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുക, ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുക നമ്മുടെ പഞ്ചായത്തുകളായിരിക്കും. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഇല്ലാതെ പഞ്ചായത്തുകളെ സ്ട്രെങ്തൻ ചെയ്യുവാനും ആവശ്യമായ ഫണ്ട് നൽകുവാനും ഒക്കെ കഴിയണമെങ്കിൽ നമ്മുടേതായ ഒരു ഗവൺമെൻറ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ പഞ്ചായത്തുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും. നിങ്ങൾ കളത്തിൽ നിന്ന് കയറി നിൽക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. 2 മാസമേ ഉള്ളൂ. വിജയിച്ചവർ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വാർഡുകളിൽ, ബ്ലോക്ക് ഡിവിഷനുകളിൽ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ഒരു വിജയം നമുക്കുണ്ടാവുക എന്നുള്ള ലക്ഷ്യം മനസ്സിലുണ്ടാകും. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭ എന്നിവിടങ്ങളിലേക്ക് വിജയിച്ച 153 UDF ജനപ്രതിനിധികൾക്കാണ് ആദരവും ഉപഹാരവും നൽകിയത്. വിജയത്തിൽ അഹങ്കരിക്കാതെ ജനങ്ങൾക്കായി പ്രവർത്തിക്കണമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. ജനപ്രതിനിധികൾ ആയവർ നിലമ്പൂരിന്റെ വികസനത്തിനായി പരാജയപ്പെട്ടവരെയും ചേർത്ത് നിർത്തി പ്രവർത്തിക്കണം. വിജയിപ്പിച്ച പാർട്ടിയെയും മുന്നണിയെയും മറക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ UDF നിയോജകമണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, VA കരീം, NA കരീം, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, പാലോളി മെഹബൂബ്, ബാബു തോപ്പിൽ, A ഗോപിനാഥ്, കൊമ്പൻ ഷംസുദ്ദീൻ, പാനായി ജേക്കബ്, പത്മിനി ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു.
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സമാനമായ വിജയം UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA. നിലമ്പൂരിൽ 1TV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം PV അൻവറിന്റെ UDF പ്രവേശനത്തെ സംബന്ധിച്ച് യാതൊന്നും പ്രതികരിക്കുവാൻ AP അനിൽകുമാർ MLA തയ്യാറായില്ല. UDF തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും വേഗത്തിൽ ഇറങ്ങുകയാണ്. തദ്ദേശ ഫലം വന്നതിന് തൊട്ട് പുറകെ തന്നെ വിപുലീകരണ കാര്യങ്ങളൊക്കെ വന്നു. UDF നേരത്തെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ കൂടി റിസൾട്ടാണ് ഇപ്പോൾ നിലമ്പൂർ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഈ വലിയ വിജയം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇനി 2-3 മാസക്കാലത്തെ പദ്ധതികൾ കൂടി ഉടൻ തന്നെ അതിന് രൂപം നൽകി മുന്നോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും. ഈ മലബാർ മേഖലയിൽ PV അൻവറിന്റെ ഒരു പ്രവേശനം കുറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലുണ്ടായ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വണ്ടൂരിൽ പ്രകടനം. AP അനിൽകുമാർ MLAയുടെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികൾ അണിനിരുന്ന വമ്പൻ പ്രകടനം വണ്ടൂർ ടൗണിൽ നടന്നത്. കാരാട് ഡിവിഷനിൽ നിന്ന് 10 വർഷക്കാലത്ത് കാരാട് ഡിവിഷൻ ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്തുകൊണ്ട് കാരാട് ഡിവിഷനിൽ നിന്നും ജനപ്രതിനിധിയായിട്ടുള്ള P. സിറാജുദ്ദീനെയും 6ാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസന്ന ടീച്ചറും കുട്ടി നാട്ടാരെ എല്ലാം കൂട്ടി തോറ്റിട്ട് കുന്നമാരി തോടിപ്പോയേ. കണ്ടില്ലേ UDF വിജയിച്ചത്, കേട്ടില്ലേ UDF ജയത്തുടിപ്പ്. കണ്ടില്ലേ UDF വിജയിച്ചത്, കേട്ടില്ലേ UDF ജയത്തുടിപ്പ്. പൊട്ടിയെങ്കിൽ ഞങ്ങൾ പൊട്ടിച്ചതാണ്, നിങ്ങൾ ഞെട്ടിയെങ്കിൽ ഞങ്ങൾ ഞെട്ടിച്ചതാണ്. നിങ്ങൾ പൊട്ടിയെങ്കിൽ ഞങ്ങൾ പൊട്ടിച്ചതാണ്, നിങ്ങൾ ഞെട്ടിയെങ്കിൽ ഞങ്ങൾ ഞെട്ടിച്ചതാണ്. വോട്ടുകളേകിയ വോട്ടർമാരെ വോട്ടിന് നന്ദികളേകി കിട്ടിയിരുന്ന വോട്ട് കിട്ടൂല. നാടത്തിൽ നാട്ടുകാരി 13 സീറ്റുകളിൽ UDF വിജയിക്കുകയും 11 സീറ്റുകളിൽ LDF നേട്ടം കൈവരിക്കുകയും ചെയ്ത വണ്ടൂർ പഞ്ചായത്തിൽ തുടർച്ചയായ 4ാം തവണയാണ് UDF ഭരണം നിലനിർത്തിയത്. വാശിയേറിയ മത്സരത്തിൽ LDFന്റെ കോട്ടകളായ നിരവധി വാർഡുകൾ UDF പിടിച്ചടക്കി. പാർട്ടിക്ക് അനുകൂലമായി വെട്ടിമാറ്റിയുണ്ടാക്കിയ വാർഡുകളും ഇത്തവണ കൈവിട്ടതായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പൊട്ടിപ്പാറ, അമ്പലപ്പടി തുടങ്ങിയ വാർഡുകളിലെ വിജയങ്ങൾ ഇതിന് ഉദാഹരണമാണ്. വിജയാഘോഷ റാലിക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച സാരഥികളായ KPCC സെക്രട്ടറി ആലിപ്പറ്റ ജമീല, KPCC മെമ്പർ KT അജ്മൽ, DCC വൈസ് പ്രസിഡന്റ് KC കുഞ്ഞിമുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PT ജബീബ് സുക്കീർ, UDF നേതാക്കളായ VA തങ്ങൾ, കൺവീനർ കാപ്പിൽ മുരളി എന്നിവരോടൊപ്പം UDF നേതാക്കളായ അഷറഫ് പാറശ്ശേരി, സലാം എമങ്ങാട്, ഷെരീഫ് തുറക്കൽ, ഷൈജൽ എടപ്പറ്റ, MK നാസർ, PT മൂസ, ബാബു മണി, മാളിയേക്കൽ രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട CPM അംഗങ്ങൾ. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി ചുമതലയേറ്റ ശേഷം പ്രതികരിക്കുകയായിരുന്നു CPM അംഗങ്ങൾ. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയായിരിക്കും അടുത്ത 5 വർഷത്തെ പ്രവർത്തനം. പഞ്ചായത്തിനുള്ളിലെ എല്ലാ അഴിമതിക്കെതിരെയും കരാർ മാഫിയയ്ക്കെതിരെയും ശക്തമായി പ്രതികരിക്കുമെന്നും CPM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ T. ഉമ്മർകുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 24 വാർഡുകളിൽ 11 വാർഡുകളിലാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ഒരു നല്ല ക്രിയാത്മക പ്രതിപക്ഷമായി അടുത്ത 5 വർഷം ഞങ്ങൾ ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ പഞ്ചായത്തിനകത്തുള്ള എല്ലാ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ കരാർ പ്രവൃത്തികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏജൻസി പ്രവൃത്തി അതിൽ പൂർണ്ണമായി നിർത്തൽ ചെയ്യുന്നതിനും നല്ല രീതിയിൽ സുതാര്യമായ രീതിയിലുള്ള ടെൻഡർ നൽകുന്നതിനും ആവശ്യമായ ശക്തമായ നിലപാട് ഞങ്ങൾ ഭരണസമിതിക്കകത്ത് സ്വീകരിക്കും. മറ്റൊന്ന് പറയാനുള്ളത്, ഞങ്ങളുടെ പാർട്ടി വളരെ കാലമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ലുബ്ന ടാക്കീസ്.
അത് പിടിച്ചെടുത്ത് ജനോപകാരപ്രദമായ ഒരു നല്ല സ്ഥാപനമാക്കി അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ ശക്തമായ നിലപാട് ഞങ്ങൾ ഭരണസമിതിക്കകത്ത് സ്വീകരിക്കും. ഇതാണ് പ്രാഥമികമായി നമ്മുടെ വണ്ടൂരിലെ ജനങ്ങളോട് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ₹1,00,000 സമ്മാനവുമായി ഞാൻ എത്തുന്നു. ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. ₹19 മുതൽ ₹999 വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ₹1,00,000 സമ്മാനവുമായി ഞാൻ എത്തുന്നു. ₹1,00,000 വീതം 2 പേർക്ക്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം. ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട, സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. വർദ്ധിച്ചു വരുന്ന കറന്റ് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി KM സോളാർ വേൾഡിൽ പരിഹാരമുണ്ട്. 8 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും 3 കിലോവാട്ട് മുതൽ 100 കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ. ഇൻസ്റ്റാൾ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള KM സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിവ് ഫാസ്റ്റ്, ലിവ് ഗാർഡ്, അദാനി, ലൂമിനസ്, വി ഗാർഡ്, വാരി എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, ബൈഫേഷ്യൽ ടോപ്കോൺ എന്നീ പാനലുകളും ലഭ്യമാണ്. MNRE, KSCB എന്നിവയുടെ അപ്രൂവലുള്ള KM സോളാർ വേൾഡിൽ സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവെർട്ടറും ബാറ്ററിയും ലിഥിയം ബാറ്ററി എന്നിവയും KM സോളാറിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. KM സോളാർ വേൾഡ്, കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. നീരാകാശവും പച്ചക്കടലും കാണാം ഇവിടെ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. മമ്മൂക്കയുടെ ഗ്ലാമറിന്റെ അത്രയൊന്നും കേട്ടില്ലല്ലോ. ലാലേട്ടന്റെ ചിരിയുടെ അത്രയും
രാക്ഷസ രാജാവ്, പോക്കിൻ രാജ, പ്രജാപതി, മാടമ്പി, കിരീടം, വാനപ്രസ്ഥം, കമലതളം, റാഞ്ചിയേട്ടൻ, ഭ്രമയുഗം. ടി വിയിൽ മമ്മൂക്കയുടെ പടം വെക്കണോ ലാലേട്ടന്റെ പടം വെക്കണോ എന്ന കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ തർക്കമുള്ളൂ കേട്ടോ. പക്ഷേ ടി വി പിട്ടാപ്പള്ളിയിൽ തന്നെ വാങ്ങണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കമില്ലായിരുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ടിവി, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു. ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു. 1/2 ലക്ഷം രൂപ വീതം 2 പേർക്ക്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം. ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. നിലമ്പൂർ ചക്കാലക്കുത്ത് മെക് 7 ലേഡീസ് കൂട്ടായ്മയുടെ 1ാം വാർഷികം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ക്രിസ്തുമസ് ആഘോഷ പരിപാടികളും നടത്തി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം എവർഗ്രീൻ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുറബ്ബ് കല്ലായി നിർവഹിച്ചു. ജസീന അധ്യക്ഷത വഹിച്ചു. ശോഭ ടീച്ചർ സ്വാഗതം പറഞ്ഞു. പ്രീജ ടീച്ചർ, ഹസീന ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു. ഇരുത്താംപോയിൽ ഡിവിഷൻ കൗൺസിലർ ഷഫീഖ് മണലുടിയെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. സുഷേന അഭിനേഷ് നന്ദി പറഞ്ഞു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വരണാധികാരി മുൻപാകെയാണ് അംഗങ്ങൾ സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. വരണാധികാരി ആദ്യം ഏറ്റവും പ്രായം കൂടിയ അംഗം മമ്പാട് ഡിവിഷനിലെ മുഹമ്മദ് അലിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ പ്രഥമ യോഗം മുതിർന്ന അംഗം മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. 31 രാവിലെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടത്തുന്നതിന് യോഗം തീരുമാനിച്ചു. ചടങ്ങുകൾക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി AJ സന്തോഷ് നേതൃത്വം നൽകി. നാട്ടുകാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ വലിയ ജനക്കൂട്ടം സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷിയാകുവാൻ എത്തിയിരുന്നു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കുവാനും ജനുവരി 15 പാലിയേറ്റീവ് ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുവാനുമായി വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിൽ പുതിയ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമം പുതുയാത്ര 2025 സംഘടിപ്പിച്ചു. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ AJ സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലിനിക്ക് ചെയർമാൻ ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ ക്ലിനിക്കിന് കീഴിലെ 16 വാർഡുകളിലെ ജനപ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു. സെക്രട്ടറി N സാദത്ത് അലി, ട്രഷറർ M സുബൈർ, ഭാരവാഹികളായ നൌഷാദ് പുളിക്കൽ, C ഫിറോസ് ബാബു, IV ഷമീർ, KT നിസാമുദ്ദീൻ, സപ്പോർട്ടിംഗ് കമ്മിറ്റി ചെയർമാൻ അക്ബർ കരുമാര എന്നിവർ പ്രസംഗിച്ചു. ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന വാണിയമ്പലം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം. വണ്ടൂർ വാണിയമ്പലം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ FC കൊണ്ടോട്ടി 2 ഗോളിന് KFC കാളികാവിനെ പരാജയപ്പെടുത്തി. വാണിയമ്പലം മാസാദ് ക്ലബ്ബ്, ടൗൺ ടീം വാണിയമ്പലം, മാട്ടക്കുളം മാസ് ക്ലബ്ബ് എന്നിവരാണ് പ്രധാനമായ ടൂർണമെന്റിന്റെ സംഘാടകർ. കമ്മിറ്റി അംഗങ്ങളായ 500 പേരും സ്വന്തം വിഹിതം നൽകിയാണ് ടൂർണമെന്റ് നടത്തുന്നത്. വാണിയമ്പലത്തെ 2 പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകൾ, കാരുണ്യ ട്രസ്റ്റ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസനം, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായാണ് ലാഭവിഹിതം വിനിയോഗിക്കുക. SFAയുടെ പതാക SFA ജില്ലാ സെക്രട്ടറി സലാഹുദ്ദീൻ മമ്പാടും ടൂർണമെന്റ് പതാക M ബഷീറും ഉയർത്തി. SFA പ്രതിനിധികളായ ഹബീബ് ഷാഹുൽ കൊണ്ടോട്ടി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഭാരവാഹികളായ P ഇബ്രാഹിം, KT മുഹമ്മദ് അലി, PT ജബീബ് സുക്കീർ എന്നിവർ സംബന്ധിച്ചു. ഏകദേശം 1 മാസക്കാലം വാണിയമ്പലം ഫുട്ബോൾ മാമാങ്കം കൊടിയേറുകയാണ്. അതിൻ്റെ തുടക്കം ഇന്ന് KFC കാളികാവും FC കൊണ്ടോട്ടിയും ആരംഭിച്ചു. നാളെ ഇവിടെ മാറ്റുരക്കുന്നത് VFC പാണ്ടിക്കാടും അതേപോലെ അൽ മദീന ചെർപ്പുളശ്ശേരിയുമാണ്.
ഫിഫ മഞ്ചേരി, റോയൽ ട്രാവൽസ്, അതേപോലെ മെഡിക്കൽ അരീക്കോട് അടക്കമുള്ള ഏകദേശം 18ഓളം ടീമുകൾ അണിനിരന്നുകൊണ്ട് ഏകദേശം ഒരു മാസക്കാലം വാണിയമ്പലത്തെ ഫുട്ബോൾ മാമാങ്കം വളരെ നല്ല രീതിയിൽ എല്ലാ കാലങ്ങളിലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കാണികളുടെ സഹകരണത്തോടുകൂടി വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നല്ല പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും മറ്റും കൃത്യമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യവും അത് സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഹൃദ്യമായി ഞങ്ങൾ ഹാർദവമായി വരും ദിവസങ്ങളിൽ ഈ ഫുട്ബോൾ മാമാങ്കം കാണുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടൂർ അമ്പലപ്പടിയിൽ മുഖംമൂടി സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. അമ്പലപ്പടിയിലെ 63-കാരി ചന്ദ്രാമാവതിയുടെ വീട്ടിലാണ് ഇന്നലെ രാത്രി സംഭവം നടന്നത്. കണ്ണിൽ മുളകുപൊടി വിതറിയാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. പോത്തുകല്ല് വനത്തിൽ കാട്ടുകൊമ്പനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കല്ലായിപ്പൊട്ടി ഭാഗത്താണ് 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പന്റെ ജഡം കണ്ടെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സമാനമായ വിജയം UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. PV അൻവറിന്റെ UDF പ്രവേശനത്തെ സംബന്ധിച്ച് പ്രതികരിക്കുവാൻ AP അനിൽകുമാർ MLA തയ്യാറായില്ല. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് 1,00,000 രൂപ സമ്മാനവുമായി ഞാനെത്തുന്നു. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിലേക്ക്. ഡിസംബർ 20 രാവിലെ 10 മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ 21ാമത് ഷോറൂം നിലമ്പൂരിൽ ഡിസംബർ 20 കാലത്ത് 10 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, the most trusted name in TV, mobiles and appliances. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.